UDF സർക്കാരിന്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് സമരസമിതി കൺവീനർ എസ് മിനി 21,000 രൂപ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും സമരത്തിനിറങ്ങുമെന്നും മിനി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളുടെ ശരിക്കുള്ള ഡിമാൻഡ് ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സാധ്യവുമാണത്. കാരണം അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെന്ന നിലയിൽ ഇവരെ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ അവർക്കൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. 21,000 രൂപ ശമ്പളം പിരിഞ്ഞു പോകുമ്പോൾ ആനുകൂല്യമായി 5 ലക്ഷം രൂപ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ പരിഗണിക്കപ്പെടണമെന്നാണ് ആശാവർക്കർമാരുടെ ആവശ്യം. ഞങ്ങൾ ആ സമരം നടത്തുമ്പോൾ അപ്പോൾ തന്നെ അത് നേടേണ്ടുന്ന ഡിമാൻഡാണ്. പക്ഷേ അടുത്ത് വരുന്നൊരു ഗവൺമെൻറ്റിന് അത് കഴിയുള്ളൂ എന്നൊരു ഘട്ടത്തിൽ അവർ ആദ്യത്തെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആദ്യത്തെ ക്യാബിനറ്റിൽ വളരെ നിർണായകമായൊരു തീരുമാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആവശ്യമെങ്കിൽ സമരത്തിലേക്ക് പോകാൻ മടിയില്ലെന്നും UDF സർക്കാരിന് മുന്നറിയിപ്പ്. ഞങ്ങളെ സംബന്ധിച്ച് ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്നതിനല്ല, മറിച്ച് പണിയെടുക്കുന്ന ആളുകളുടെ ന്യായമായ അവകാശങ്ങൾ നേടണം എന്നുള്ളതാണ്. അത് UDF ഗവൺമെൻറ് പരിഗണിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും സംശയമില്ല, പ്രക്ഷോഭം മാത്രമാണ്. കേരള സമൂഹം വളരെ വലിയൊരു പിന്തുണ തീർച്ചയായും നൽകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. തൊഴിലാളികൾ എന്നത് അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധവും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ അംഗീകരിക്കപ്പെടണം എന്ന് തന്നെയുള്ള ന്യായമായിട്ടുള്ള ആവശ്യമാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ സമരത്തിന് ഇനിയും തങ്ങൾക്ക് ബാല്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുതിയ സർക്കാരിനെ. ക്യാമറ പേഴ്സൺ ബിജുവിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.